ஹாய் ஃப்ரெண்ட்ஸ், வெல்கம் டு மதர் ஆஃப் நேச்சர். இங்கே வருஷம் ஒரு டைம் அன்னதானம் வழங்கிட்டு இருக்காங்க. பொள்ளாச்சி டு திருச்சூர் ரோட்டில் வட்டைக்காட்டுன்னு முன்பு ரைட் சைடு. இந்த அன்னதானத்தில் 1600 பேர் கலந்துக்கிட்டாங்க. அதுவும் ஸ்பெஷலாக பிரியாணி. வாங்க அந்த அன்னதானம் சாரை பார்க்கலாம். நமஸ்காரங்கட்டா. நமஸ்காரம். இங்கே அன்னதானம் கொடுத்துட்ருக்கீங்க. എങ്ങനെ അത് എപ്പോഴെന്ന് തുടങ്ങിയിരിക്കീங்க, എപ്പോഴെന്ന് കൊടുത്തിട്ടിരിക്കീங்க? അന്നദാനം ഒരു 2016 തുടങ്ങി. 2016 ഞങ്ങൾ ചെറുതായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ട്. ചന്താമരേട്ടൻ, അതേപോലെ തന്നെ രാമേന്ദ്രൻ. ഞങ്ങൾ കുറച്ച് പേരും കൂടെ ചേർന്നിട്ട് 1 കിലോ അരിന്ന് തുടങ്ങിയിട്ട് പിന്നെ അത് ഒരു പറയായി, 2 പറയായി, 3 പറയായി. 9 വർഷമാകുമ്പോൾ 15 പറയോളമായി. ഇപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ആരോടും അങ്ങനെ പിരിവെടുത്തിട്ട് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ആരെങ്കിലും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരികയല്ലാതെ മറ്റൊരു സാധനങ്ങളൊന്നും അങ്ങനെ പൈസയൊന്നും വാങ്ങിച്ചിട്ട് അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു കൃപ തന്നെ പറയാം. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അനുഗ്രഹം എന്ന് തന്നെ പറയട്ടെ. ഇത്രയും ജനങ്ങൾ വന്ന് കഴിക്കുന്നത് തന്നെ വലിയൊരു സമാധാനം. അത് പിന്നെ പ്രേരണ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചന്താമരാട്ടനും അതേമാതിരി തന്നെ രാമേന്ദ്രൻ, അവരുടെയൊക്കെ പ്രേരണ തന്നെയാണ്. അവർ പിന്നിലുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും വിപുലമായി ചെയ്യാൻ തന്നെ കഴിയുന്നത്. ആണേ എൻ്റെ ഇതിൽ കളരിയിൽ 3 ദിവസം ലീവ്. 3 ദിവസം ഇല്ല ശരിയാന്നിട്ട് ഇല്ല ശരിയാ. അതുപോലെ തന്നെ ഒരുപാട് പേര് പ്രയത്നിക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ. അവർക്ക് എല്ലാവരും, അല്ലാതെ ഞാനാണ് ചെയ്യുന്നത്. അന്നദാനത്തിന് അങ്ങനെ അവകാശമുണ്ടെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. അന്നദാനത്തിന് ഒരു അവകാശമില്ല. അപ്പോൾ ആരാൽ എന്തെല്ലാം ചെയ്യുന്നു. ഒരാളൊരു 100 രൂപയാണ് കൊണ്ട് തരുന്നെങ്കിൽ ആ 100 രൂപയുടെ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് വാങ്ങിച്ചുകൊണ്ട് ഇല്ല, ഒരു 300 രൂപയാണ് തരണമെങ്കിൽ ഒരു 1/2 കിലോ നെയ്യ് വാങ്ങിക്കുക. അല്ല 500 തരണമെങ്കിൽ 1/2 കിലോ നെയ്യ് വാങ്ങിച്ച് ബാക്കി പൈസ അവരെടുത്തു. പൈസ ആയിട്ടില്ല, എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടു കൊടുക്കുക. അതാണ് അന്നദാനം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു പോയി 15 പുറ ബിരിയാണികളും വെച്ച് ജനങ്ങൾ ദൈവത്തിൻ്റെ ഒരു നല്ലൊരു ശക്തി എന്ന് പറയാം. വളരെയേറെ 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 കുടിവെള്ളം ഗ്ലാസ് കുടിവെള്ളം ഗ്ലാസ് ബിരിയാണി കൊടുക്കുന്നത് പ്രത്യേകമാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടാ. ഇതുവരെ കേരളത്തിൽ എത്രയോ അടുത്ത് അന്നദാനം കൊടുക്കുന്നുണ്ട്, പോകുന്നുണ്ട്, കാണുന്നിട്ടുണ്ട്. ബിരിയാണി ആയിട്ട് കൊടുക്കുന്നത് ഇവിടെയാണ്. ബിരിയാണി എന്തുകൊണ്ട് കൊടുക്കണമെന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ നോക്കി പല പള്ളികളിൽ അന്നദാനം കൊടുക്കും, അവർ ബിരിയാണി കൊടുക്കും. ക്രിസ്ത്യൻ പള്ളികളിലായിക്കോട്ടെ അവർ ബിരിയാണി കൊടുക്കും. അപ്പം നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ഭക്ഷണമാണ് കൊടുക്കേണ്ടത്, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കും. അങ്ങനെ ഒരു ചിന്താഗതിയാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കുക, അതാണ് അന്നദാനം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചിലർ പറയും സാമ്പാറും ചോറും സദ്യ എന്ന് അന്നദാനം എന്ന് ഉദ്ദേശിക്കുന്നത് അതാണെങ്കിലും പള്ളികളിലും ക്രിസ്ത്യൻ പള്ളികളിലും എല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളത് എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് എൻ്റെ തോന്നൽ കൊണ്ട് ഞാൻ ചെയ്യുന്നത്. പക്ഷെ അത് നമുക്കത് വളരെയേറെ ദൈവത്തിൻ്റെ കാര്യം കൊണ്ട് വളരെ നല്ല രീതിയിൽ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വർഷം ഇതിൽ കൂടെ കൂട്ടണം എന്നാണ് ആഗ്രഹം. അതിന് കനിയട്ടെ, ഉറപ്പായിട്ട് കനിയണം, അത്രയും ഞാൻ പറയുന്നുള്ളൂ. വളരെയേറെ ഇതിന് നമുക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിച്ചവരുണ്ട്. അവരാണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത്. ആ സമയത്ത് ഹെൽപ്പ് ചെയ്യുന്ന ഒത്തിരി പേര് അത്രയും പകലായിട്ട് ഇതിനു വേണ്ടി ശരിക്കും മെനക്കെടുന്ന ഒരുപാട് പേര്. അവരാണ് ഏറ്റവും വലിയ നടത്തിപ്പുകാരൊന്നും. അന്നദാനത്തിന് അവകാശം ഇല്ലെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്.
പറഞ്ഞു മനസ്സിലായില്ല. അങ്ങനെയില്ല, അങ്ങനെ ഞാൻ ചിന്തിക്കാറുമില്ല. ശരി. ഇനി ഇതിനേക്കാൾ വിപുലമാക്കുമെന്ന് മാത്രമേ മനസ്സിലുള്ളൂ. അപ്പോൾ ആരും വന്നു അയ്യോ നിങ്ങൾ വേണ്ട, നിങ്ങൾ തരുന്നത് വാങ്ങിക്കില്ല, അങ്ങനെ ഞാൻ വാങ്ങിക്കാതിരിക്കില്ല. ഇടയ്ക്കൊന്നും ചാറ് വെക്കും, ഒരുപാട് വെക്കാൻ പറ്റില്ല. നേരത്തെ ഉടയും അടി ഒരു റൗണ്ട് നേരെ ഞാൻ വാങ്ങണം. അവിടെ തിരക്കിൻ്റെ അവിടെ മിഷൻ ഓടുന്നു. വരുമ്പോ പാർസൽ കൊടുക്കണ്ട. വീണ്ടും ാണ് ഏറ്റവും വലിയ, അവരെയാണ് ഞാൻ ശരിക്കും അഭിമാനിക്കുന്നത്. കാരണം നമ്മൾ വെറും ഒരാളെന്ന് മാത്രമേ ഉള്ളൂ, ഇതിനുവേണ്ടി എത്ര പേരെ പ്രയത്നിക്കും. ഇല്ല, ഇത്രയും പേര് വരണ്ട് പറഞ്ഞ 1600 പേര് ഒരേ സമയത്ത് ഒരേ ഇടത്ത് വരണ്ട് പറഞ്ഞാൽ അത് കേട്ടാ ഡേറ്റ് എങ്ങനെ കേട്ടാ? ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിപ്പോ മകരവിളക്ക് കഴിഞ്ഞാൽ വരുന്ന ഫസ്റ്റില് വെള്ളി അല്ലെങ്കിൽ ചൊവ്വ. അത് ചിലപ്പോൾ മകരവിളക്കിന്റെ തൊട്ട് ദിവസം ആവാം, ചിലപ്പോൾ 4 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ അതാണ് ഇവിടെ ഒരു ഫിക്സിങ്. അപ്പോൾ ആ മകരവിളക്ക് കഴിഞ്ഞിട്ട് ഫസ്റ്റിൽ ചൊവ്വ അല്ലെങ്കിൽ വെള്ളി അതുപോലെ. ശരി, അതാണ് നമ്മൾ
ഈ ഇത്രയും വർഷം ചെയ്തു വരുന്നത് ഇനി ഇതിനേക്കാൾ കൂടുതലേറെ ആൾക്കാർ വരണം, ഇതിനേക്കാളും ഗംഭീരം നടത്തണം എന്നാണ് മനസ്സിലാഗ്രഹം. അത് ഭഗവാനെ നടത്തി തരട്ടെ, അത് മാത്രമേ പറയുന്നു. ശരി, സന്തോഷം. നാളെ കളന്നിട്ടും കേട്ടാ. വളരെ നന്ദി. താങ്ക് യു. റീചാർജ് ചെയ്താ വന്നിട്ടുള്ള എല്ലാവരും ഇതേപോലെ തന്നെ ഇനി അടുത്ത വർഷവും ഇതിനേക്കാൾ കെങ്കേമാക്കി ചെയ്യാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അതേമാതിരി നിങ്ങൾക്ക് വരാൻ, നിങ്ങളും എല്ലാവരും ഇതിൽ പങ്കെടുക്കണം. നന്ദി, നമസ്കാരം.